എന്താ ഇങ്ങനെ കാണിക്കുന്നത്, എത്ര രോഗികളുണ്ടാവും, എന്താ ഇങ്ങനെ, അവരെന്നെയല്ലേ ശമിക്കൂ, ഇങ്ങനെയൊന്നും ചെയ്യരുത്, അവരെല്ലാം വിടാൻ പറഞ്ഞു. നന്ദിയില്ലാത്തൊരു സമൂഹമാണ് കേരളത്തിൻ്റെത് എന്ന് താങ്കൾക്ക് തോന്നിയോ? അല്ല, അത് ഉറപ്പല്ലേ. കാര്യം ഇങ്ങനെ ആരെങ്കിലും പറയുമ്പോൾ അത് കയറി വിശ്വസിക്കാൻ എന്തെങ്കിലും കാരണം അവർക്കുണ്ടോ? ഇല്ല. കിട്ടുകയാണെങ്കിൽ കുറച്ച് ദിവസം 5-6 ദിവസം കഴിഞ്ഞ് രമേശ് ചെന്നിത്തല സാറിനെ ഏൽപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. മുഖ്യമന്ത്രി പദം. അതായത് ഒരു തുടർ ഭരണം വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തെ പിന്നെ എപ്പോഴാണ് കാണുന്നത്? പിന്നെ കാണുന്നത് ഈ മരിച്ച ശേഷം 38 വർഷം ഒരു മനുഷ്യന്റെ സാരഥിയായിട്ട് ആ മനുഷ്യൻ അവസാനമായിട്ട് കൺമുന്നിലൂടെ ചേതനയേറ്റ് ശരീരമായിട്ട് ചലിക്കുക. ഇപ്പോഴും തോന്നും മരിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഒരു തോന്നല. ട്രിവാൻഡ്രത്തിന്റെ നിരത്തുകളിലൂടെ കേരള സ്റ്റേറ്റ് 1-ാം നമ്പർ കാർ ഇന്നോവ ക്രിസ്റ്റ തലങ്ങും വിലങ്ങും ഇപ്പോഴും പോകുന്നുണ്ട്. ഈ വാഹനം റോഡിൽ കൂടെ പോകുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത്? കാരണം ഒരു കാലത്ത് അതിന്റെ അമരത്ത് അതിന്റെ സ്റ്റിയറിംഗ് പിടിച്ച ആൾ താങ്കളാണ്. കേരളത്തിന് ജനകീയനായ ഒരേ ഒരു മുഖ്യമന്ത്രിയുള്ളൂ, അത് ഉമ്മൻചാണ്ടി സാറാണ്. 38 കൊല്ലം അദ്ദേഹത്തിൻ്റെ സാരഥിയായിരുന്ന ശ്രീ ഗോപി, അദ്ദേഹമായിട്ടുള്ള സംഭാഷണം ഇവിടെ കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന MLA, അത് കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവായിരുന്നു, അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി ആയപ്പോൾ വരെയുള്ള കാര്യങ്ങൾ, താങ്കൾ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച വഴികളെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത്. അദ്ദേഹം അവസാനമായി മുഖ്യമന്ത്രിയായത് 2011-16 കാലഘട്ടങ്ങളിലാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടങ്ങൾ, വ്യക്തിഹത്യ ഉൾപ്പെടെ കുടുംബത്തിലെ പ്രശ്നങ്ങളും പൊളിറ്റിക്കൽ കരിയറിലുള്ള ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്തൊരു കാലമാണത്. ആ കാലഘട്ടത്തിലെ ഒരു ഓർമ്മകളിലേക്കൊന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നിർണായകമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നൊരു സമയമായിരുന്നു. ആ നിർണായക തീരുമാനങ്ങൾ അദ്ദേഹത്തെ അറിയാവുന്നവർക്കറിയാം, മിക്കവാറും കാറിൽ വെച്ചിട്ടായിരിക്കും ഈ യാത്രകളിലൊക്കെ ആയിരിക്കും തീരുമാനങ്ങളൊക്കെ എടുക്കുക. ആ ഒരു എന്താ പറയുക, പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ പലപ്പോഴും കാറിലൊക്കെ ഇരുന്നുള്ള ഫോൺ സംഭാഷണങ്ങൾ, എന്താ പറയുക, നിർണായക തീരുമാനങ്ങൾ എടുക്കുക, ഈ സമയത്തൊക്കെ അദ്ദേഹത്തോടൊപ്പമുള്ള യാത്ര എങ്ങനെയായിരുന്നു? ശരിക്കും ഡിഫിക്കൽട്ടായിരുന്നു? സാറ്, ആ സമയത്ത് ഈ ഒരുപാട് യാത്ര ചെയ്യാൻ എനിക്ക് ആദ്യം രണ്ടാമത് പറ്റിയില്ലായിരുന്നു. പിന്നെയാണ് ഈ ഇഷ്യൂ സമയത്ത് ഞാൻ ശരിക്കും ക്ലിപ്പ് ഹൗസ് തന്നെ, ഔട്ട് ഹൗസിൽ അവിടെ കിടപ്പായിരുന്നു. കിടപ്പെന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഓടിക്കാൻ വയ്യാത്തനൊക്കെ ഇതൊക്കെ ഇട്ട് ഈ നീപ്പടൊക്കെ ഇട്ടു, എല്ലാം ഇട്ട് അത് കിടക്കണം. അപ്പോൾ വീഴ്ച സംഭവിച്ചു അല്ലേ? വീഴ്ച സംഭവിച്ചു. അപ്പോൾ ഞാൻ അപ്പോഴും ഡ്രൈവറുടെ പണി എടുക്കാൻ വയ്യാതിരുന്ന കാലഘട്ടങ്ങളിലും തന്നെയായിരുന്നു? അവിടെ തന്നെ. ഓക്കെ. അപ്പോൾ കാര്യം നമുക്ക് ശമ്പളമൊക്കെ തരും, അതിനൊന്നും വേറെ തടസ്സമൊന്നുമില്ല. കാര്യം ഈ സുഖമില്ലാതായിരിക്കുന്നുണ്ട്, അല്ലാതെ ഇനി സുഖമില്ലാതായി പണിയെടുക്കാൻ വയ്യാത്തൊരു വീട്ടിൽ പോട്ടെ എന്നുള്ള അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ല. ഇല്ല. കൂടെ നിർത്തും. മനസ്സിലായി. അപ്പോൾ ഈ നിർണായക ഘട്ടങ്ങളിലൊക്കെ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ രഹസ്യ തീരുമാനങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ DGP അല്ലെങ്കിൽ ഇന്റലിജൻസ് DGP ഒക്കെ ഇവരൊക്കെ വിളിക്കും, താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഉന്നതരൊക്കെ വിളിക്കുമ്പോൾ എങ്ങനെയാണ് വണ്ടി നിർത്തിയിട്ട് നിങ്ങളോട് പുറത്തിറങ്ങി നിൽക്കുക, ഞാൻ രഹസ്യം പറയട്ടെ, അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു? ഏർപ്പാടേ ഇല്ല. നിങ്ങൾ ഇരിക്കത്തില്ല. അതായത് സംസ്ഥാനത്തിന്റെ രഹസ്യങ്ങൾ പലതും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. രഹസ്യം എൻ്റെ അറിവിൽ ഒരിക്കലും മാറി നിന്ന് സംസാരിക്കണം ഞാൻ കണ്ടിട്ടില്ല. പല രഹസ്യങ്ങളും കേട്ടിട്ടുണ്ട്. അല്ല, രഹസ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയത്തൊക്കെ ദോഷമായ രഹസ്യങ്ങളെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ഒന്നും ചെയ്യണ്ട, പക്ഷെ കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം. രഹസ്യങ്ങളായിട്ട് എനിക്ക് അങ്ങനെ ഓർമ്മയിലൊന്നും ഇല്ല. എല്ലാം അദ്ദേഹം സംസാരിക്കും, അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ അതേപോലെ തന്നെ അങ്ങനെ ഒരു മറ്റെന്തെങ്കിലും ആരെങ്കിലും പറ്റി ഇങ്ങനെ പറയുന്ന അപാകമൊന്നും ഇല്ല. എനിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമുക്കത് ഓർമ്മയില്ല. പിന്നെ ഈ ഇഷ്യൂസ് ആദ്യം അവിടെ വരുന്ന സമയത്ത് ജോപ്പനാണ്, ഞാൻ അന്ന് അവിടെ കിടക്കുകയാണ് അകത്ത്. അപ്പോൾ ജോപ്പൻ ഓടി വന്നോ അറിഞ്ഞോ എന്നെ ഇങ്ങനെ ആവശ്യമില്ലാതെ ഒരു വാർത്ത വന്നു. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ല. അപ്പോൾ വാർത്ത കേൾക്കണേ അകത്തോട്ട് പോകണം. ഈ സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് ജോപ്പൻ അപ്പം ഞാൻ അകത്ത് കിടക്കണമുണ്ട്. ഞാൻ മിക്കവാറും ഒന്നുകിൽ എണ്ണയൊക്കെ ഇട്ട് അങ്ങനെ ഒരു ഔട്ട് ഹൗസ് ആയതുകൊണ്ട് സലീം രാജും ഈ ടീമുകളെല്ലാം അവിടെ കിടക്കണം. അപ്പോൾ ഞാൻ അങ്ങോട്ടകത്തോട്ട് അങ്ങനെ കയറുമല്ല, കഴിക്കാനൊക്കെ ഉണ്ടെങ്കിൽ കിച്ചണിലോട്ട് പോകും. പിന്നെ ഈ വാർത്തയെന്ന് കേൾക്കുന്ന അങ്ങനെ അങ്ങോട്ട് കയറില്ല. അവിടെ പോകണ പിന്നെ ഷർട്ടൊക്കെ ഇടണമല്ലേ, ഇതാകുമ്പോൾ പിന്നെ ഫ്രീ ആയിട്ട് ഇരിക്കാം. അപ്പോൾ ഈ ജോപ്പൻ ആദ്യമായിട്ട് ഓടി വന്നിട്ടുണ്ട്. പണം അറിഞ്ഞോ എങ്ങനെ? ഞാനാണിപ്പോൾ വിവാദ നായകൻ. എന്നാൽ എനിക്ക് വാസുദി അറിഞ്ഞാലും കൂടെ
ജോപ്പൻ അല്ല, എനിക്ക് താങ്കൾക്ക് അറിയില്ല? അറിയില്ല. അവിടെ വന്നു പോയെന്ന് പറഞ്ഞെങ്കിൽ വാസ്തു എനിക്കറിയില്ല. അങ്ങനെ സ്ഥിരം വരുന്ന ഒരാളെയൊക്കെ നമുക്ക് ഉറപ്പായിട്ട് ഐഡന്റിഫൈ ചെയ്യണം. പക്ഷേ അങ്ങനെ ഒരു ഓർമ്മയിൽ എനിക്കില്ല. അപ്പോൾ അത് അന്ന് ഞാനും നിസ്സാരം പോലെ കണ്ടു. പിറ്റേന്നാണ് സംഭവം ഗൗരവമാണെന്ന് അറിയുന്നത് വാർത്ത. അപ്പോൾ ഈ പിറ്റേ ദിവസം വല്ലപ്പോഴും ഞാൻ ഇങ്ങനെ പുറത്തോട്ടൊന്ന് ഇറങ്ങും. ചിലപ്പോൾ ഏതെങ്കിലും നമ്മുടെ അവിടുത്തെ വണ്ടി വല്ല പർച്ചേസിനൊക്കെ പോകുമ്പോൾ അവരെ കൂടെ ഞാൻ കൂടെ കയറി ഇങ്ങനെ സൈഡിലൂടെ കാലും പൊക്കി വെച്ചുകൊണ്ടിരിക്കും. വണ്ടി ഓടിക്കാനല്ല, പക്ഷെ ഒരു യാത്രക്കാരൻ. സൈഡിൽ മടുക്കുമ്പം അങ്ങോട്ട് വീട്ടിലെവിടെ എന്തെങ്കിലും വാങ്ങാൻ പോകുമ്പോൾ ആ കാർ. ഈ വിവാദമൊക്കെ വന്നപ്പോൾ വീട്ടിലുള്ളവരുടെ അവസ്ഥ എന്തായിരുന്നു? അറിഞ്ഞപ്പോൾ അവരെല്ലാം ആദ്യം തകർന്നു പോയി. കാര്യം എന്ന് വെച്ചാൽ തകർന്ന് വേറെ ഒന്നുമില്ല, ഈ വാർത്ത ഇവർ പറയും പോലെ ഒരു കള്ളം 10,000 പ്രാവശ്യം പറയുമ്പോൾ സത്യമാക്കാന്നുള്ള കാലമാണല്ലോ ചിന്തിക്കും. അപ്പോൾ അങ്ങനെ അവരൊക്കെ വലിയ അസ്വസ്ഥത. ഇങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിലും ഈ രാഷ്ട്രീയമല്ലേ, രാഷ്ട്രീയത്തിൽ എന്ത് പറയാം, എങ്ങനെ പറയാം, എന്ത് നെറിയേടും പറയാം. സാറങ്ങനെ പറയില്ലെങ്കിലും ഉമ്മൻചാണ്ടി സാറാരും പറയില്ല. പക്ഷേ എതിരെ പറയുന്നവർക്കൊന്നും. ചേട്ടൻ ഡ്രൈവറായിട്ടും ഡ്രൈവർ അല്ലാതെ വിശ്രമ ജീവിതം നയിച്ചപ്പോഴും ഒക്കെ താങ്കൾ അവിടെ തന്നെ ഉണ്ട്, ക്ലിഫ് ഹൗസിലുണ്ട്. ഉണ്ട്. ഈ പരാതിക്കാരി ഏതെങ്കിലും ഒരു ദിവസം അവിടെ വരുന്ന ചേട്ടൻ കണ്ടിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ശരിക്കും ആളെ തന്നെ അന്നൊന്നും ഒട്ടും അറിയില്ല. പിന്നെ ഈ ടി വിയിലൊക്കെ കണ്ടു പിന്നെ എന്തോ ഇതൊക്കെ ഉണ്ട്, ഫേമസ് ആയി 24-ലുള്ള ഈ ജഡ്ജിയായിട്ടൊക്കെയുള്ള ജനകീയ വിചാരണ പ്രോഗ്രാം ഇങ്ങനെ കണ്ടാണ് ഇവരെ ഓർമ്മ. പക്ഷേ ഇവരെ ഞാൻ ഇവിടെ ക്ലിഫ് ഹൗസിന്റെ പരിസരത്ത് കണ്ടിട്ടില്ല. സെക്രട്ടേറിയറ്റ് കണ്ടിട്ടുണ്ടോ? സെക്രട്ടേറിയറ്റിലും കണ്ടിട്ടില്ല, എൻ്റെ ഓർമ്മയില്ല. പിന്നെ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ കാണുന്നത് ഈ അന്നേരമൊക്കെ ചേട്ടൻ്റെ ഒരു വികാരം എന്തായിരുന്നു? കാരണം ഈ ഒരു സ്ത്രീ വന്നു നിന്നിട്ട് ഉമ്മൻചാണ്ടിയെ പോലെ ഒരു വ്യക്തിക്കെതിരെ നട്ടാൽ കുരുക്കാത്ത കള്ളങ്ങൾ പറയുന്നു. താങ്കൾക്കറിയാം ഇത് വാസ്തവ വിരുദ്ധമാണ്. താങ്കൾക്ക് എന്താ ഇവരെ കൊല്ലാനുള്ള ഒരു കലി ഉണ്ടായിരുന്നോ? എന്തായിരുന്നു? ധാർമ്മിക രോഷം വരുമല്ലോ. കൊല്ലാന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ളതിനൊക്കെ പുറകിൽ ആരെങ്കിലും പ്രവർത്തിച്ചെങ്കിൽ അവരെ കൊല്ലായിരിക്കുന്ന അങ്ങനെ ഒരു വികാരം അറിയില്ല, സ്വാഭാവികം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എങ്കിലേ ഈ തലയ്ക്ക് വീട്ടുകാരൊക്കെ സ്വാഭാവികമായിട്ടും അതിന് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ല. മാനസികമായ ഞാനെന്തത് വെറുതെ ആണെന്നുള്ള എനിക്ക് തോന്നാൻ കാരണം നേരിട്ട് കണ്ടാണ്. ഈ റോഡ് സൈഡിലൊക്കെ അവിടെ അന്ന് ഭയങ്കര ആൾക്കൂട്ടമാണ് ഈ TV വാർത്തയൊക്കെ. ഈ റോഡിലൊക്കെ പല കടകളിലും ഈ TV കടകളിലൊക്കെ ഒന്ന് വെച്ചേക്കും ആൾക്കാരുണ്ടാവും. അപ്പോൾ ഭയങ്കര ആൾക്കൂട്ടം കാണാം ഇത് കേൾക്കാനായിട്ട്. അപ്പോൾ ഒരിക്കൽ ഞാൻ പറഞ്ഞു, നീ പൊക്കോ, നമ്മളിവിടെയുള്ള പയ്യനോട് പറഞ്ഞു, വിൻസെൻ്റ് എന്ന് പറഞ്ഞ ഡ്രൈവർ എന്ന് പറഞ്ഞത്, നീ പൊക്കോടെ, ഞാൻ പതുക്കെ അങ്ങ് വരാം, ഓട്ടോ പിടിച്ചതല്ലോ. അങ്ങനെ ഞാൻ ഇവരുടെ ഇടയിൽ നമ്മൾ കാർ നിർത്തി ഇറങ്ങി. അല്ല, ഞാൻ അങ്ങോട്ട് മാറിയിട്ട് തിരിച്ചവിടെ അന്ന് എനിക്ക് ഇതുണ്ട് വടിക്കുണ്ട്, അതിൽ കുത്തി അവിടെ അങ്ങനെ പോയി നിന്നു. അവർക്കൊക്കെ എന്നെ അറിയില്ല. പലരും പറയുമ്പോൾ കണ്ട അയ്യോ ഇത്ര കണ്ടാ പറയില്ലല്ലോ, കണ്ട തലവിലുക്കണ കണ്ടോ, സാറ് തലവിലുക്കണുണ്ടോ, വരട്ടെന്ന് പറയണം. സംഭവം എന്താണ്, എനിക്ക് ഉള്ളിൽ ചിരിയും വന്നു. ഈ ഇടയ്ക്കിടയ്ക്ക് ഹോമിയോ മരുന്ന് കൊടുക്കും. ശരിക്കും ജോപ്പന് അതിനാണ് കൂടെ നിർത്തിക്കുന്നത്. കറക്റ്റ് സമയം നോക്കി കൊടുക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ജോപ്പൻ പിന്നെ ഈ പതുക്കെ ചോദിക്കും, സർ മരുന്ന് എടുക്കട്ടെ, ചിലപ്പോൾ പറയും കൊണ്ടുപോവാ. ഇത് പുറത്ത് അറിയുന്നില്ല, പുറത്ത് കഴിട്ടുകൊണ്ടിരിക്കണ കണ്ടാ ആൾ വന്നിട്ടുണ്ട്, കൊണ്ടുവരട്ടെ, ഇതാണ് അവിടെ നിൽക്കുന്നവർ പറയണത്. അപ്പൊ ഞാൻ അത് വീട്ടിൽ പോയി പറയുകയും ചെയ്യും. അതായത് ഏതൊക്കെയോ രംഗങ്ങൾ കട്ട് ചെയ്തിട്ട് ടിവിക്കാരുടെ കാസ്റ്റ് ചെയ്യണം. അല്ല, ഇത് കട്ട് ചെയ്യല്ല, ഈ മരുന്ന് വേണമെന്ന് ചോദിക്കുന്നുണ്ടല്ലോ, മരുന്ന് കൊടുക്കുന്നതൊന്നും കാണിക്കുന്നില്ല. അതായത് ബോധപൂർവം അദ്ദേഹത്തെ ടാർണിഷ് ചെയ്യാൻ വേണ്ടിയുള്ള ഇത്തരം ദൃശ്യങ്ങൾ എടുക്കുകയും അതിനെ തെറ്റായ തരത്തിലുള്ള വാർത്തകളിലൂടെ ഒരുതരം മാനിപ്പുലേഷൻ. അല്ലെങ്കിൽ മരുന്ന് കൊടുക്കണ എപ്പോഴെങ്കിലും കാണിക്കണ്ടേ, അത് കാണിച്ചില്ല. ഇങ്ങനെ ചോദിക്കും ചിലപ്പോൾ. ഏതെങ്കിലും സമയത്ത് ഇപ്പൊ ഈ താങ്കൾ ഈ വിവാദ സമയത്തൊക്കെ ഉമ്മൻചാണ്ടി സാറിനോട് എപ്പോഴെങ്കിലും ചോദിച്ചിരുന്നു, സാറിന് ഇത് എങ്ങനെ താങ്ങാൻ പറ്റുന്നു, അല്ലെങ്കിൽ താങ്കൾക്ക് ഒന്നും തോന്നുന്നില്ലേ? അറ്റ്ലീസ്റ്റ് എത്ര സാത്വികനായ മനുഷ്യനായാലും ഇല്ലാത്ത കാര്യം പറയുമ്പോൾ ഒരു നീരസം അല്ലെങ്കിൽ ഒരു വെറുപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിലെങ്കിലും ഒരു ദേഷ്യം തോന്നത്തില്ലേ? ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു വികാരമേ ഉണ്ടായിട്ടില്ല. ഇല്ല, സാറിന് ഒരിക്കലും അതൊന്നൊരു പ്രശ്നമേ അല്ല. ആരോ എന്തൊക്കെ പറയുന്നവർ പറയട്ടെ, പറഞ്ഞോട്ട് പോട്ടെ. ആ ധൈര്യം തന്നെയാണ് സ്വന്തമായിട്ട് ഒരു കമ്മീഷനെ തന്നെ നിയോഗിച്ചു. തനിക്കെതിരെ അന്വേഷിക്കാൻ ഒരു മുഖ്യമന്ത്രി തന്നെ ഒരു കമ്മീഷൻ, അതും എതിരുള്ള ഒരു കമ്മീഷനാണ്.
അന്ന് പലരും പറഞ്ഞു ഇലക്ഷൻ വന്ന സമയത്ത് അനുകൂലമൊക്കെ ആയിരുന്നു, പിന്നീട് അദ്ദേഹം എതിരിലോട്ട് പോയതാണ്. അദ്ദേഹത്തിന് താല്പര്യങ്ങളുണ്ടായിരുന്നു. എങ്കിലും പക്ഷേ സാധാരണ ഇതുപോലും ആരും വയ്ക്കില്ല, പറയണത് എന്താ പറഞ്ഞിട്ട് പോട്ടെ എന്നുള്ള രീതിയാണ്. അത്ര കൂളായിട്ടാണ് അദ്ദേഹം ആരോപണം നേരിട്ടത്. കാര്യം ഇതിങ്ങനെ ഈ പറഞ്ഞതുപോലെ ഈ യഥാർത്ഥ ഭാഗം കാണിക്കുന്നില്ല. ഇപ്പോൾ ജനത്തിന് വിശ്വസിക്കാൻ ഇത്രയൊക്കെ മതി. പക്ഷെ അന്നേരം അതിന് കുറച്ച് ഈ സോളാർ വിവാദമൊക്കെ വരുന്നതിന് മുന്നേ ഒരു പകല് മുഴുവൻ അല്ലെങ്കിൽ പുലരുവോളം നീളെ ജനങ്ങൾക്കിടയിൽ നിന്നൊരു ഉമ്മൻചാണ്ടിയൊക്കെ ചാനലുകാർ അന്നേരം കാണിച്ചിരുന്നു. പക്ഷെ പിന്നീട് ജനങ്ങൾ ഇത് പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്തു. നന്ദിയില്ലാത്തൊരു സമൂഹമാണ് കേരളത്തിൻ്റെത് എന്ന് താങ്കൾക്ക് തോന്നിയോ? അല്ല, അത് ഉറപ്പല്ലേ. കാര്യം ഇങ്ങനെ ആരെങ്കിലും പറയുമ്പോൾ അത് കയറി വിശ്വസിക്കാൻ എന്തെങ്കിലും കാരണം അവർക്കുണ്ടോ? ഇല്ല. സാറിനെതിരെ ഇങ്ങനെ അവർക്ക് നേരിലൊന്നുമില്ല. അതൊക്കെ പിന്നെ അവർ രാഷ്ട്രീയമായിട്ട് കണ്ടു. ഈ സേവനം ആരും നോക്കിയില്ല. എപ്പോഴെങ്കിലും ഉമ്മൻചാണ്ടി സാർ താങ്കളോട് പറഞ്ഞിരുന്നോ, ഒരു സ്വകാര്യ സംഭാഷണത്തിനിടയിലെങ്കിലും ഇതൊക്കെ ബേസ്ലെസ് ആരോപണമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സ് താങ്കൾക്ക് മുന്നിൽ എപ്പോഴെങ്കിലും തുറന്നിരുന്നോ? ഇല്ല, സാർ ഇങ്ങനെ നമ്മൾ ഇങ്ങോട്ടും പറയാറില്ല, ഒന്നും ചോദിക്കാറുമില്ല. അത് അതിൻ്റെ വഴിക്ക് പോകും. സാർ അത് ഫേസ് ചെയ്യുന്ന രീതി എങ്ങനെയാണ്? അതാണ് ഈ തമാശകൾ വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് പറയാമെന്നല്ല. കുടുംബക്കാരും ഇതേക്കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ട്? കാരണം അത്രയും അടുപ്പമുണ്ടായിരുന്നല്ലോ താങ്കൾ. ചാണ്ടിപ്പം പറയും, എന്താ പറയുക, എന്നായാലും ഇത് ചെയ്തിച്ചവർ അനുഭവിക്കും. അവിടെ അത് ചേച്ചി മക്കളൊക്കെ പറയും, ഇങ്ങനെ ഈ പാവം കുഞ്ഞിനോട് ഇത് ചെയ്തവർ അനുഭവിക്കും ഗോപി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനിപ്പോൾ ഉമ്മൻചാണ്ടി സാറിന് ഈ വിവാദ നായിക പീഡന പരാതി കൊടുത്തു. അന്ന് മറിയാമ്മ ഉമ്മൻ മാഡത്തിൻ്റെ പ്രതികരണം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മറിയാമ്മ ഉമ്മൻ പറഞ്ഞ വാക്കുകൾ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ കുഞ്ഞെ, അവൾ ഇവിടെ ഒന്നും വന്നിട്ടില്ല, അവൾ ഇവിടെ, നിങ്ങളാണല്ലോ അവരെ എന്നും കാണുന്നത്, നിങ്ങൾ മീൻസ് പത്രക്കാരാണല്ലോ എന്നും കാണുന്നത്, ഇനി നിങ്ങൾ അവളെ കാണുമ്പം പറയണം ഇവിടം വരെ ഒന്ന് വന്നേച്ചു പോവാൻ, കാണാൻ വേണ്ടി. അവൾ എന്നെ വന്ന് കണ്ടിരുന്നെങ്കിൽ എന്നേ നന്നായി പോയേനെ എന്ന ഒരു സ്ത്രീ പറഞ്ഞു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ വാക്കുകൾ. കൃത്യം അന്നത്തെ ഞാൻ ജോലി ചെയ്ത ആ പത്രത്തിന്റെ 1ാം പേജിലെ വാർത്തയായിരുന്നു, ബോക്സ് ആയിട്ടായിരുന്നു. മറിയാമ്മ ഉമ്മൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ശരിക്കും അതെല്ലാം ശരിയാണെന്ന് കാലം തെളിയിച്ചു. അത് സാറിരിക്കുമ്പം തന്നെ സാറിനത് അതൊക്കെ ഒരു അനുഗ്രഹമായി. അവസാനം സത്യത്തിനാണല്ലോ എല്ലാം കഴിഞ്ഞ് സത്യം തെളിഞ്ഞു. പക്ഷേ അതിലൊരു സന്തോഷമുള്ള കാര്യം, സന്തോഷമല്ല, അതിനപ്പുറത്തേക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം എന്താണെന്നറിയോ? ഇത്രയധികം വേട്ടയാടപ്പെട്ടിട്ടും ഒടുവിൽ അദ്ദേഹം കുറ്റവിമുക്തനായി. പക്ഷെ അതിന്റെ പേരിൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനോ, കണ്ടോ എന്നെ ഇന്നലെ വരെ കുറ്റം പറഞ്ഞവന്മാരെല്ലാം കണ്ടോടാ എന്ന് പറയാൻ ഒരിടത്തും അദ്ദേഹം ഇറങ്ങിയില്ല. അതെന്താ അങ്ങനെ? എറിഞ്ഞപ്പോ കണ്ടില്ലേ, വേറെ ആരെങ്കിലും ആണെങ്കിൽ എന്താ? അദ്ദേഹത്തിന്റെ കാറിൽ അന്ന് ചേട്ടൻ അന്ന് ഇവിടുത്തെ ഈ സാറ് ഒത്തിരി ദൂരെ പോകുമ്പോൾ അവിടെയുള്ള വണ്ടി എടുക്കും. ഇവിടെ നിന്ന് അങ്ങനത്തെ പ്രോഗ്രാം എല്ലാ ജില്ലയിലും ഉണ്ടെങ്കിൽ മുമ്പും അങ്ങനെ പോകുമായിരുന്നു. സാർ അതൊക്കെ നോക്കി ചെലവ് ഒഴിവാക്കാൻ വേണ്ടി ഈ എസ്കോർട്ട് പൈലറ്റ് വരെയെല്ലാം കണ്ടിന്യൂസ് കൊണ്ടുപോകില്ല. അപ്പം ഈ ചെലവ് കൂടുമല്ലോ എന്നുള്ള അതും കൂടെ സാർ നോക്കും. സ്വന്തം ഇതൊക്കെ ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ്. സ്വന്തം ഇന്ന് ചെലവ് കൂടുന്നതാണ് ഒരു ആഡംബരം. ആർഭാടത്തിനുള്ള ഇതില്ല. ചെലവ് അങ്ങനെ എസ്കോർട്ടും പൈലറ്റ് 2 കൂടുതൽ കിടക്കട്ടെ എന്നാണ്. ചെലവ് അങ്ങനെ ചുരുക്കാം. അപ്പോൾ ഇവരൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ ഇവർക്ക് TND ഒക്കെ വേണ്ടി വരും, കൊടുക്കേണ്ടി വരും. ആ രീതിയിൽ ചിന്തിച്ചിരുന്നു. മറ്റേത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇത് വേണ്ടെന്ന് പറയും. ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഓർക്കും, ആ രാജഭവനിൻ്റെ അവിടെ എത്തിയപ്പോൾ ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകണം. അപ്പോൾ കാണാം വണ്ടി സാറ് നോക്കിയപ്പോൾ 2 സൈഡിൽ നിന്നും ബ്ലോക്ക്. വെള്ളയമ്പലം വരെ നമ്മൾ അക്കമ്മച്ച് അവിടെ നിന്ന് കയറണം, അവിടെ നിന്നും ബ്ലോക്ക്. ബ്ലോക്ക് ഭയങ്കര. സാറ് നിർത്താൻ. അപ്പോൾ മുമ്പിലോട്ട് ട്രാഫിക് ചെയ്യും, പിന്നെ കൺട്രോൾ റൂം AC, ഇങ്ങനെ ഒത്തിരി പേരൊക്കെ അവരെ വിളിച്ചു. എന്താ അദ്ദേഹം എന്താ ഇങ്ങനെ കാണിക്കണ, എത്ര രോഗികളുണ്ടാവും, എന്താ ഇങ്ങനെ, അവരെന്നെയല്ലേ ശമിക്കൂ, ഇങ്ങനെയൊന്നും ചെയ്യരുത്, അവരെല്ലാം വിടാൻ പറഞ്ഞു. ഈ ക്ലിഫ് ഹൗസിന്റെ അവരെല്ലാം വിട്ടിട്ടേ ഇദ്ദേഹം പോകത്തുള്ളൂ. വണ്ടി എടുത്തുള്ളൂ. പിന്നെ അവർ ഈ പണി കാണിച്ചിട്ടില്ല. ഈ ക്ലിഫ് ഹൗസിന്റെ മുന്നിൽ സമരം ഒരിക്കൽ കേട്ട ഒരു മ്യൂസിയം സ്റ്റേഷനിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഒരിക്കൽ പറഞ്ഞ കാര്യമാണ്. ക്ലിഫ് ഹൗസിന്റെ ഫ്രണ്ടിൽ ഈ പലരും ഈ പെൻഷൻ കിട്ടാൻ വൈകുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വന്ന് സമരമൊക്കെ ചെയ്യും. ചിലർ മതിലൊക്കെ ചാടിക്കിടന്ന് അകത്ത് കോമ്പൗണ്ടിലൊക്കെ, ചേട്ടനും കണ്ടിട്ടുണ്ടാവുമല്ലോ,
ഈ മതിൽ ചാടിക്കടന്ന് ക്ലിഫ് ഹൗസിനകത്ത് കയറുന്ന, ഇന്ന് രാവണൻകോട്ടയാണ് ക്ലിഫ് ഹൗസ്, പക്ഷെ അന്ന് അതായിരുന്നില്ല. അങ്ങനെ ചാടിക്കടന്ന് അകത്ത് വരുന്ന ആൾക്കാരെ ഗവൺമെന്റ്മാരും പോലീസുകാരൊക്കെ ഒന്ന് ഓടി ഒന്ന് പിടിക്കും. അപ്പൊ ഇദ്ദേഹം പറയും ഒന്ന് ചെയ്തു, അവരുടെ നിവർത്തികേട് കൊണ്ടാണ് അവർ ചെയ്തത്. മ്യൂസിയം സ്റ്റേഷനിൽ നിന്ന് എനിക്ക് പേഴ്സണലി അറിയാം, ഒരു CA വിളിച്ചു വരുത്തിയിട്ട് നിവർത്തികേട് കൊണ്ടാണ് അവർ ചെയ്തത്, ഇവർക്ക് ആഹാരം വാങ്ങി കൊടുക്കണം, തിരികെ എവിടെയാണോ കൊണ്ടാക്കേണ്ടത് അവിടെ കൊണ്ടാക്കണം എന്ന് പറഞ്ഞ് കാശും കൂടെ കൊടുത്തു വിടുന്ന ഒരു കഥകൾ ഒരുപാട് സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. ശൈലി തന്നെയാണ്. ഈ എനിക്കിട്ട് ഇങ്ങോട്ട് എറിഞ്ഞു അല്ലെങ്കിൽ എന്ന അവസരം വരെ അങ്ങോട്ടൊന്ന് കൊടുക്കാം, അതല്ല, ക്ഷമിക്കുകയാണ്. അന്ന് എറിഞ്ഞ കക്ഷി അവിടെ ഒന്ന് മാപ്പ് ചോദിച്ചല്ലോ. അതെ. അപ്പം അതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കണം. ഉമ്മൻചാണ്ടിക്ക് തുല്യം ഉമ്മൻചാണ്ടി മാത്രമേ ഉള്ളൂ. ലോകത്താരും ഇങ്ങനെ ഇത്രത്തോളം ക്ഷമയുള്ള ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പൊ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ വേട്ടയാടിയത് ഞാൻ ഉൾപ്പെടുന്ന മാധ്യമ സമൂഹമാണ്. അതിൽ എനിക്ക് മാറി നിൽക്കാൻ കഴിയില്ല. കാരണം മീഡിയ അദ്ദേഹത്തെ അത്രയധികം വേട്ടയാടി. അതിൽ എനിക്കിന്ന് വ്യക്തിപരമായി പോലും നല്ല കുറ്റബോധമുണ്ട്. പക്ഷേ അദ്ദേഹം രാജിവെച്ച ദിവസം, അതായത് പുതിയ 2014 പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റതിന് തൊട്ട് പിന്നാലെ അദ്ദേഹം രാജ്ഭവനിലേക്ക് പോകുന്നു. ഗവർണർക്ക് രാജി സമർപ്പിച്ചിട്ട് പുറത്തു വരുന്ന അന്ന് അദ്ദേഹത്തെ കാത്തുനിന്ന മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്: ജനവിധിയെ മാനിക്കുന്നു, പുതിയ സർക്കാരിന് നിങ്ങൾ എല്ലാ പിന്തുണയും കൊടുക്കണം, എന്നെ പിന്തുണച്ചതുപോലെ ആകരുത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഓരോ മാധ്യമപ്രവർത്തകന്റെയും കരണക്കുറ്റിക്ക് തല്ലുന്നതിന് തുല്യമാണ്. അദ്ദേഹം ആരെയും ഒന്നും ചെയ്തില്ല, പക്ഷെ വാക്കുകൊണ്ട് കൃത്യമായൊരു മെസ്സേജ് കൊടുത്തു, ഇങ്ങനെ ആരെയും പണിയരുത്. ഇതാണ് അതിന്റെ അർത്ഥം. അതിൻ്റെ ഒരു സർക്കാസമുണ്ട്. ഇത് ഉമ്മൻചാണ്ടിക്ക് മാത്രമേ സാധിക്കൂ. ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഔദ്യോഗിക ജീവിതത്തിലായാലും വ്യക്തി ജീവിതത്തിലായാലും ഇങ്ങനെയുള്ള കുറുക്കി കൊള്ളുന്ന തമാശകൾ അല്ലെങ്കിൽ ഒളിയമ്പുകളൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ എങ്ങനെയാണ്? അത്തരം ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഓർമ്മയെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് പിന്നീട് നമ്മളെ കൂടെ ഇരിക്കണവർ പറയും, എന്തിനടി കൊടുക്കണം അല്ലെങ്കിൽ പ്രതിരോധിക്കണം, ഇത് രാത്രി വീട്ടിൽ പോയിട്ട് പറയുമ്പോൾ ഓർക്കും. എന്നുവെച്ചാൽ ഈ പ്രതിരോധിക്കുന്ന ആൾക്കാരെ പറ്റി ചില ഇങ്ങനെ കേട്ടില്ലേ, അയാൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ സാറ് നിസ്സാരം പോലെ ചിരിച്ച് തള്ളിയിട്ട് ഇങ്ങനെ തമാശ രൂപേണ ഇതേപോലെ എന്തെങ്കിലും പറഞ്ഞാൽ അത് പിന്നെ ആലോചിക്കുമ്പോഴായിരിക്കും അതിനെപ്പറ്റി മനസ്സിലാവണത്. ഈ രാജഭവനിൽ ചോദിച്ച് പറഞ്ഞെന്ന് പറഞ്ഞ പോലെ അല്ല, ആരോടും ഒരു ദേഷ്യം എന്നുള്ള ഒരു പറച്ചിലോ ഒന്നുമില്ല. പക്ഷേ എന്തെങ്കിലും ഒരു മറുപടി പറയുമ്പോൾ പിന്നീടായിരിക്കും അതിൻ്റെ ഇത് മനസ്സിലാകുന്നത്. അപ്പം അന്ന് പോലും എല്ലാ പത്രക്കാർക്കും ഒരു പക്ഷേ വേറെ ആരെങ്കിലും വല്ല മുഖത്ത് നോക്കിയൊക്കെ എന്തെങ്കിലും പറയും. ഇപ്പം എന്തെങ്കിലും സ്വാഭാവികമായിട്ടുള്ള ഒരു ഫ്രസ്ട്രേഷൻ എങ്ങനെയെങ്കിലും തീർക്കും. അദ്ദേഹത്തിനതൊന്നുമില്ല. ഇല്ല ഇപ്പം എങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് ഇതൊന്നും ചോദിക്കില്ല. അദ്ദേഹം അവസാന കാലഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയായി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അതിൻ്റെ എല്ലാം നല്ല വശങ്ങളെ മുഴുവൻ മീഡിയ ഉൾപ്പെടെയുള്ള കേരള സമൂഹം തന്നെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് അദ്ദേഹത്തെ അധികാരത്തിൽ നിന്നും മാറ്റി. അതിനുശേഷം അദ്ദേഹം ഒന്നും അല്ലാതെ ഒരു സാധാരണക്കാരനായിട്ട് ഒരു KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന ഉമ്മൻചാണ്ടി കണ്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ ചേട്ടൻ എങ്ങനെയായിരുന്നു? അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നോ അതോ വിട്ടുപോയി? അവിടെ ഉണ്ടായിരുന്നു അന്നൊന്നും. പിന്നെ വേറെ ഞാൻ പിന്നീട് എനിക്ക് വണ്ടിയോടുപ്പിനോടും കുറേ മടുത്തു. ഉമ്മൻചാണ്ടിയോടൊപ്പം ഓടിക്കുന്ന സുഖം പിന്നെ കിട്ടിയിട്ടില്ല. പിന്നെ ചാണ്ടി മോൻ്റെ കൂടെ ഇവിടെ വരുമ്പം ചിലപ്പോൾ ഡൽഹിയിലല്ലായിരുന്നു, ഡൽഹിയിൽ എന്നെ അവിടെ കൂട്ടിക്കൊണ്ടുപോയി. ഡൽഹിയിലായിരുന്നു ചേട്ടൻ. അതായത് അദ്ദേഹം CM-ന്റെ സ്ഥാനത്ത് മാറിയതിനു ശേഷം പിന്നെ നേരെ ഡൽഹിക്ക് വിട്ടു, മകനോടൊപ്പമായിരുന്നു. ആദ്യം ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെ ഫ്ലൈറ്റ് കയറിയിട്ടില്ല, ഇനി അവസാനത്തെ ആഗ്രഹം ഒന്നേ ഉള്ളൂ, വിമാനത്തിലൊന്ന് കയറണം. കയറണം. അതാരാ ഉമ്മൻചാണ്ടി സാറിനോടാണോ പറഞ്ഞത്? ഇല്ല, ചാണ്ടി മകനോട്. എല്ലാവരും ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സാറും ഉണ്ടായിരുന്നു അകത്ത് അടുക്കളയിൽ അവിടെ ഈ ബെഡ്റൂമിൽ കേട്ടോണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ചാണ്ടി മോൻ ഇങ്ങനെ കണ്ടുകൊണ്ട്, അന്ന് ഡൽഹിയിൽ നിന്ന് വന്നതേ ഉള്ളൂ ചാണ്ടി മോൻ. അപ്പോഴാണ് പുള്ളിയുടെ തട്ടക അവിടെ ആയിരുന്നല്ലോ. പുള്ളിയുടെ തട്ടക അവിടെ ആയിരുന്നല്ലോ. അവിടെ ആയിരുന്നു. വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, അവസാനം രാജ്ഘട്ടില് സമാധി. കൊള്ളാം. അങ്ങോട്ട് ചെന്നു കൊടുത്താൽ മതി, എനിക്ക് 2 അടി ദൂരം മതി. ഞാൻ ഈ ലേശം മാറി, മറ്റേ മഹാന്മാരൊക്കെ അവിടെ ഇരുന്നോട്ടെ, നമുക്ക് ലേശം മാറി. എന്തായിരുന്നു ഉമ്മൻചാണ്ടി സാറിന്റെ പ്രതികരണം എന്തായിരുന്നു? അപ്പം അതേപോലെ സാർ പറഞ്ഞു, ഡൽഹിയിൽ പോയാൽ എങ്ങനെ ഹിന്ദി ഇത് അറിയോ? ഹിന്ദിയൊക്കെ വശമുണ്ടോ? ഞാൻ പറയാം, സാറ് 8-9 ഭാഷ. 8-9 ഭാഷ സാറിനറിയാതെ
അപ്പം ചേച്ചി തമാശ പെട്ടെന്ന് മനസ്സിലായി. അപ്പം ചേച്ചി ചോദിച്ചു, "ആ 8 ഭാഷ ഗോപി 8 ഭാഷ വശമുണ്ട്. ഓ ചുമ്മാ എല്ലാത്തിൻ്റെ മുറി പഠിച്ചു വെച്ചിട്ടുണ്ട്, അതൊക്കെയാണ് അതൊക്കെയാണ് ഈ തട്ടുന്നത്. തട്ടുന്നത്." പുള്ളിക്ക് മനസ്സിലായി സാറിനറിയാമല്ലോ ഇത് വെറും തള്ളാണെന്ന്. അങ്ങനെ ഒരിക്കൽ ഞാൻ ചെന്നത് ഇങ്ങനെ എൻ്റെ സ്കൂട്ടറും കയറ്റുക. കാര്യം ഇങ്ങോട്ടുള്ള പിന്നെ വരവ് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇല്ല, വരവ് ഇനി അവിടെ ശിഷ്ടകാലം ഡൽഹിയിൽ. ഡൽഹി, പിന്നെ ബാക്കി എല്ലാ എല്ലാം കഴിഞ്ഞു. പക്ഷെ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, അന്ന് താങ്കൾ വിചാരിച്ചിരുന്നോ എന്തെങ്കിലും ഉമ്മൻചാണ്ടി സാർ വീണ്ടും മുഖ്യമന്ത്രിയായി തിരികെ വരും എന്നുള്ളൊരു അങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷെ എന്നിട്ടും ഡൽഹിക്ക് പോകാൻ തീരുമാനിച്ചു. സാറ് വരുമെന്നുള്ള ഉറപ്പായിട്ട്. പക്ഷെ നടന്നില്ല. നടന്നില്ല. ഓക്കെ, അത് കഴിഞ്ഞ് ഡൽഹി പോയിട്ട് പിന്നെ എത്ര നാളെ മകനോട്? ഡൽഹി പോയപ്പോൾ സാറ് ഒന്ന് അന്തം വിട്ടു. കാര്യം ഞാൻ ചേട്ടാ ഇവ എന്നെ വിട്ടിട്ട് അങ്ങ് പോയല്ലോ. അല്ല, എൻ്റെ സ്കൂട്ടറും കൊണ്ട് അവിടെ നിന്ന് പോയിക്കണേ. എന്നെ ഈ തള്ളിയിട്ട് സ്കൂട്ടർ. അപ്പോൾ ചെന്നപ്പോൾ ജയേഷ് എന്നും പറഞ്ഞ അവിടെ സാറിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ഒരാളുണ്ട് കേരള ഹൗസിൽ. അപ്പം പറഞ്ഞു, സാർ ഗോപിച്ചേട്ടാ, യോ സാർ ഇറങ്ങി എൻ്റെ അടുത്ത്. ഇതപ്പത്തി ഞാൻ പറഞ്ഞ ചാണ്ടിമോൻ കൂട്ടിക്കൊണ്ട് വന്ന് ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ കൊണ്ട് നിർത്തി. ഇപ്പം വരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ കണ്ടില്ല. പിന്നെ ഫോൺ ചെയ്തപ്പോൾ മഹാരാഷ്ട്രയിലൊക്കെ നിൽക്കും പോലെ തോന്നുന്നു. അയ്യോ ജയേഷ് ഇതെന്താ? പുള്ളി തമാശയാണ് ഇതെല്ലാം. സാറിനറിയാം. ഇപ്പോൾ ജയേഷ് ഇല്ല സാർ അവിടെ ഉണ്ട്. പിന്നെ കേരളമല്ല അവിടുത്തെ പോലെ നമുക്കൂടെ ഒന്നും വേറെ റോളൊന്നുമില്ല, അറിയാമല്ലോ. സ്കൂട്ടർ അപ്പം പിടിച്ചകത്താക്കും. ലൈസൻസ് കൊണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് സ്കൂട്ടറിൻ്റെ ലൈസൻസ് ഇല്ല. ഇല്ല. പിന്നെയാണ് സ്കൂട്ടർ കൊണ്ട് ഡൽഹി പോയത്. ഞാൻ പറഞ്ഞു, ഇൻ്റർനാഷണൽ ലെവലിലുള്ള ലൈസൻസ്, പിന്നെ മുഖ്യമന്ത്രിയുടെ ഇവിടെ എത്ര ധനകാര്യം അതിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ല, ഗുഡ് എൻട്രി സർട്ടിഫിക്കറ്റ്, അതൊന്നും ഇവിടെ ചിലവാകില്ല. ശരി. അപ്പോൾ എന്ത് തീരുമാനിച്ചു ഇവിടെ തന്നെ? അല്ല, എന്നാലും സ്കൂട്ടർ എന്തിനാ കൊണ്ടുവന്നത്? ഞാൻ പറഞ്ഞേ, ചാണ്ടിയും പറഞ്ഞേ, ഞാൻ ചോദിച്ചിട്ട് തന്നെ കൊണ്ടുവന്നു. അപ്പോൾ അത് കോളേജിലൊക്കെ വല്ലപ്പോഴും കോളേജല്ല, അന്ന് സുപ്രീം മറ്റേ കപിൽ സിബിൽ വക്കീൽ അദ്ദേഹത്തിൻ്റെ കൂടെ ആ ഓഫീസിൽ കൊണ്ടുവിടുക. ചിലപ്പോൾ സ്വന്തമായിട്ട് എടുത്തുകൊണ്ട് പോകും, ഇല്ലെങ്കിൽ ഞാൻ കൂടെ പോകും. ഭക്ഷണമൊക്കെ നമ്മൾ കേരള ഹൗസിൽ നിന്നാണ് കഴിക്കണം. ആദ്യം കുറച്ച് ദിവസം നോർത്ത് അവന്യൂവിൽ ഒരു ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കൽ അങ്ങനെ ഇല്ല, എല്ലാം കേരള ഹൗസിൽ നിന്നൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ അന്ന് ഇതേപോലെ അവിടെ കൊണ്ടാക്കിയിട്ട് ഞാനിങ്ങനെ ചുറ്റും, ലക്ഷ്യമില്ലാത്ത ചുറ്റും. അപ്പോൾ സാറ് പറയുന്നത് അല്ലേ, അപ്പോൾ ഒരു ദിവസം പറഞ്ഞു, അപ്പോൾ അറിഞ്ഞോ ഇത്രയുള്ള ഒരു പുസ്തകം ഹിന്ദി പഠിക്കണം അവിടെ സ്പോക്കൺ ഹിന്ദി. ഹിന്ദിയൊക്കെ അറിയാം സാർ. അപ്പം ഞാൻ ചിലവരുടെ സംസാരിക്കുമ്പോൾ ദൂരെ നിന്ന് അവരെന്തെങ്കിലും പറയാൻ ഞാനും പറയുന്നു, അവരും തലയിലും ഞാനും കുലുക്കുന്നു, വലിയ കാര്യം ചിരിച്ച് വലിയ സുഹൃത്തിനെ പോലെ. പക്ഷേ ഭയങ്കര ഇതായി ഇവിടെ പറയണ അവർക്കും പിടികിട്ടിയിട്ടില്ല, അവരോട് എനിക്കും പിടികിട്ടി. ഈ സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വഷളായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫിസിക്കലി അദ്ദേഹം ഭയങ്കര വീക്കായിരുന്നു. അന്ന് ആരോഗ്യം ഭയങ്കരമായി മെലിഞ്ഞിട്ടുണ്ടായിരുന്നു. ആരോഗ്യസ്ഥിതി അത് ഒന്നാമത്തെ കാര്യം, അത് പലരും പറയുമായിരുന്നു. നാരിയുടെ സാറൊക്കെ പലരും പറയണ കേട്ടിട്ടുണ്ട്, ആരോഗ്യം നോക്കണം, ഈ തോന്നുന്ന സമയത്ത് ഭക്ഷണം, തോന്നുന്ന സമയത്ത് ഉറക്കം, നല്ല പലരൊക്കെ പറയാം. ബാബു സാർ, ഇങ്ങനെ തിരുവനന്തപുരം സാറൊക്കെ പറയണ പലരും, ബെന്നി സാറ്, ഈ ഒരു കാര്യം അവരാരും ഇങ്ങനെ ഈ ചിലരൊക്കെ അദ്ദേഹത്തെ അടുത്തറിയുന്ന ചില ആൾക്കാർ പറയുന്നത്, ഒരു പക്ഷേ അന്ന് 2016 ഒരു UDF ഒരു തുടർ ഭരണം വന്നിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി തന്നെയായിരിക്കും മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ടും. അങ്ങനെയായിരുന്നെങ്കിൽ അദ്ദേഹം വീണ്ടും ഒരു 5 കൊല്ലം കൂടെ ആൾക്കൂട്ടത്തിനിടയിൽ തന്നെ ജീവിച്ചേനെ. അല്ല, അങ്ങനെയായിരുന്നെങ്കിൽ അദ്ദേഹം ഇത്രയും ഫിസിക്കലി വീക്ക് ആകില്ലായിരുന്നു. അല്ലല്ല, അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സാറ് പറയണ ഞാൻ കേട്ടിട്ടുള്ളതാണ്. വീട്ടിലെല്ലാവരോടും ഇങ്ങനെ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല, കിട്ടുകയാണെങ്കിൽ കുറച്ച് ദിവസം 5-6 ദിവസം കഴിഞ്ഞ് ചെന്നിത്തല രമേശ് ചെന്നിത്തല സാറിനെ ഏൽപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്, മുഖ്യമന്ത്രി പദം. അതായത് ഒരു തുടർ ഭരണം വന്നിരുന്നെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകും. അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കുന്നു, തെരഞ്ഞെടുപ്പ് ജയിക്കുന്നു, അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നു, കുറച്ചു നാൾ അദ്ദേഹം ആ പദവിയിൽ തുടരും. അത് കഴിഞ്ഞ് ചെന്നിത്തലയ്ക്ക് കൈമാറണം എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ പൊതു പ്രവർത്തനം ജനങ്ങൾക്കിടയിൽ നിൽക്കുക, അതായിരുന്നു അദ്ദേഹത്തിന്റെ അങ്ങനെ തീരുമാനം ഉണ്ടായിരുന്നു.
താങ്കളോട് വ്യക്തിപരമായി പറഞ്ഞു അതെനിക്കറിയാം. അല്ല, എന്നോടല്ല പറയുന്നത് കേൾക്കുന്ന കേട്ടിട്ടുണ്ട്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. നമ്മളോട് പറയേണ്ട എത്ര പേര് ചിന്തിക്കും ഇങ്ങനെ? അയ്യോ, എത്രത്തോളം ഇരിക്കാമോ? മറ്റേവനെ ഒന്ന് അടിച്ചൊതുക്കിയിട്ട് ഒരു 10 കൊല്ലം കൂടെ എനിക്ക് തന്നെ ഇരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതെ, പലരും ഇത് എനിക്ക് അതിശയം തോന്നിയില്ല. സംഭവിക്കും, സാറ് മനസ്സിൽ വിചാരിച്ചത് ഉറപ്പാണ്. അതിനകത്ത് വേറെ. അത് കഴിഞ്ഞിട്ട് ആരോഗ്യം ക്ഷീണാവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച്, ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നന്മയുടെ നല്ല പാഠങ്ങൾ മാത്രമേ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷേ വളരെ മോശാവസ്ഥയാണ്, വളരെ ദുഃഖകരമാണ്. എന്നാലും ചോദിക്കുകയാണ്, അവസാനം ഈ ഫിസിക്കലി അദ്ദേഹം വീക്കായി തുടങ്ങിയതിന് ശേഷം താങ്കൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു? ഡൽഹിയിൽ നിന്ന് അപ്പോഴേക്കും തിരികെ വന്നിട്ടുണ്ടായിരുന്നു? ഡൽഹിയിൽ നിന്ന് വന്നപ്പോഴും ആദ്യം ഞാൻ കൂടെ വന്നില്ല. അപ്പോൾ എന്താ പറയുക, അപ്പോൾ സുഖമില്ല, ഞാൻ അങ്ങോട്ട് പോവുകയാണ്, അപ്പോൾ അങ്ങനെ കൂടെ വരുന്നോ, വരണമെങ്കിൽ വരാം എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ ഇപ്പം ഫ്ലൈറ്റിലങ്ങ് പോവും, അപ്പോൾ അത് ആലോചിച്ച് നോക്ക്. അപ്പോൾ പിന്നെ മറ്റേ ഗസ്റ്റ് അതൊക്കെ തീർന്നു. പിന്നെ ജയേഷ് എന്ന് പറഞ്ഞ അവിടുത്തെ സ്റ്റാഫിൻ്റെ ക്വാർട്ടേഴ്സിൽ എന്നെ കൂടെ ഏർപ്പെടുത്തി താമസിക്കാൻ. അങ്ങനെ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയും പോകുന്നത്. അപ്പോൾ പിന്നെ സാറിനത് വഷളായി വരെയായിരുന്നു രോഗം അവസാന ഘട്ടത്തിലേക്ക്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാനും ജയേഷോട് പറഞ്ഞു, ജയേഷ് ഒരു കാര്യം ചെയ്യാം, അപ്പോൾ എൻ്റെ ബെന്നി സാറിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്യാമെന്ന്. അതായത് മന്ത്രിസഭ വരികയാണെങ്കിൽ ഏതെങ്കിലും മന്ത്രി, അങ്ങനെ കൂടെ ഉണ്ടായിരുന്നു ഒരു ഓഫർ, മന്ത്രിമാരോട് ഏതെങ്കിലും ഒരു മന്ത്രിയുടെ കൂടെ അക്കോമഡേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഏതായാലും ഒരു MP-യുടെ കൂടെ സ്ഥിരപ്പെടുത്താം. അങ്ങനെ ബെന്നി സാറിൻ്റെ കൂടെ ഏർപ്പാടും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിന്നോട്ട് ഞാൻ കൂടെ ഉടനെ വന്നില്ല. അങ്ങനെ ആയിരിക്കുകയാണ് പിന്നെ ഇവിടെ സാറിന് ഇത് കൂടുതലായപ്പോൾ ഞാനും ഇങ്ങ് പോകുന്നു. കാര്യം ബെന്നി സാറിൻ്റെ കൂടെ നമ്മളവിടെ നിൽക്കുമ്പോൾ ഡ്രൈവിംഗ് അല്ല പ്രധാനം, നമുക്ക് താമസം എന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ ക്വാർട്ടേഴ്സുണ്ട്. അപ്പോൾ സ്റ്റാഫിൻ്റെ ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ 2-3 ഫാമിലിക്കാണ് ഒരു ബാത്റൂം. അത് കൂടുതലും ബീഹാർ ഇങ്ങനെയൊക്കെ അത് ഒട്ടും തന്നെ എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു പറ്റൂല. പ്രായമായില്ലേ, ബുദ്ധിമുട്ടുകളുണ്ടോ? അപ്പം ഞാൻ നോക്കിയപ്പം കാര്യം എന്താ പറയണ, മറ്റേ കാര്യങ്ങളെല്ലാം ഒക്കെ ഈ കുടുംബ പ്രശ്നം എല്ലാം നേരെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ റെസ്റ്റ് എടുക്കുക, അതിന് പിന്നെ ഇനിയിപ്പം താഞ്ചത്ത് മീൻ പിടിക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങ് നാട്ടിലേക്ക് അങ്ങനെ ഇങ്ങ് പോകുന്നു. അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് നേരെ ട്രിവാൻഡ്രത്തേക്കാണ് പോകുന്നത്. അപ്പോഴേക്കും ഉമ്മൻചാണ്ടി സാർ എവിടെയുണ്ട്? ട്രിവാൻഡ്രത്തുണ്ടോ അതോ കോട്ടയത്തായിരുന്നോ? അല്ലല്ല, അന്ന് ട്രിവാൻഡ്രത്തുണ്ട്. പക്ഷേ അങ്ങോട്ട് ശരിക്കും അത് മൂർച്ഛിച്ചിട്ടില്ല, എങ്കിലും ബോഡി വീക്കായി തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് വീട്ടിൽ ചേച്ചിയും എല്ലാവരും നിയന്ത്രിച്ചു തുടങ്ങി, ആൾക്കാരധികം കാണണ്ട. പക്ഷേ സാററിഞ്ഞാൽ സമ്മതിക്കില്ല. അപ്പോൾ ആരെങ്കിലും അവിടെ ശബ്ദം കേൾക്കണമെങ്കിൽ ഇവർ ആരാന്ന് കേൾക്കും. അപ്പോൾ ആരുമില്ല, അതവിടെ ഗോപിയോ അല്ലെങ്കിൽ അവിടെ സ്റ്റാഫുകൾ ആരെങ്കിലും പറയും. എന്നാൽ സാറ് ഇടയ്ക്ക് ഇങ്ങനെ എത്തി നോക്കും. അപ്പോൾ അതിലൂടെ കൈ ഇങ്ങനെ വിളിക്കും. അവരെ വിളിക്കാതെ കാത്തിരിക്കുന്നു ഈ വന്നവർ. പിന്നെ കൂടി പിന്നെ നിവൃത്തിയില്ല. എന്നാലും എത്ര വൈകിലും ആൾ വന്നാൽ അപ്പോൾ അനങ്ങും. ആൾക്കൂട്ടമാണ് ചലിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ താങ്കൾ ബാംഗ്ലൂർ ഞാൻ പോയിട്ടില്ല. മകനോടൊപ്പം അന്ന് ബാംഗ്ലൂർ ഡ്രൈവർ എന്ന നിലയ്ക്ക് ഒരു രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു. കാര്യം അന്ന് അവിടെ ഡ്രൈവിങ്ങിൻ്റെ ആവശ്യമില്ലല്ലോ, വീട്ടിൽ പോയി വിശ്രമമാണ്. രാധാകൃഷ്ണൻ ഈ മറ്റ് ഹെൽപ്പുകളൊക്കെ ഒന്ന് പിടിക്കണമെങ്കിലും ഒക്കെ പറ്റും. ഇപ്പം നമ്മളെല്ലാം എൻ്റെ എല്ലാം ഫിസിക്കലി വീക്കാണ്. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോയില്ലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ പിന്നെ എപ്പോഴാണ് കാണുന്നത്? ഈ മരിച്ച ശേഷം. മരിച്ചെന്ന് പറഞ്ഞാൽ രാത്രി ഞാൻ അറിയുന്നു. രാത്രിയല്ല, വെളുപ്പിനാണ് വാർത്തകൾ ഫ്ലാഷ് വന്ന്. അപ്പോൾ കണ്ടോമിൻ്റെ പ്രതീക്ഷാതാവിൻ്റെ അവിടെ നമ്മുടെ അവിടെ നിന്നൊരു പയ്യൻ ഇപ്പോൾ അവിടെയുണ്ട്, വിനോദ് എന്ന് പറയും. അവനാണ് ആദ്യം എന്നെ വിളിച്ചത്. കുക്ക്, ഇവിടുത്തെ സാറിൻ്റെ കുക്കായിരുന്നു, അവിടെ കുക്ക. അപ്പോൾ ചോദിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കേട്ട്, അല്ല സത്യമാണോ? സത്യം തന്നെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേരെ ഓടി, അവിടെ ആരുമില്ല, വീട്ടിൽ പോയപ്പം ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങി. അപ്പോഴാണ് പത്രത്തിൻ്റെ ആൾക്കാർ വന്നു, ഏതോ 1-2 ചാനൽ. പിന്നെ എന്നെ വിളിച്ചിട്ട് ഞാൻ പോയതുമില്ല. ആദ്യമായിട്ട് റിപ്പോർട്ടറൊക്കെ പിന്നെ പുറകെ വിളിച്ചു. അപ്പോൾ എനിക്കും പിന്നെ അങ്ങോട്ട് ഈ ഇവരോട് പറയാനുള്ള ഒരു
ഇതങ്ങോട്ട് പോയില്ല. അത് കാരണം ഞാൻ അങ്ങ് ഓടിക്കളഞ്ഞവിടുന്നു. അങ്ങ് കോട്ടേഴ്സിലേക്ക് പോയിട്ട് കുറച്ച് കഴിഞ്ഞ് വന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പലരും വിളിച്ചു. അങ്ങനെ ഒന്നോ രണ്ടോ പത്രത്തിൽ ഒന്നോ രണ്ടോ വാക്കുകൾ ഇങ്ങനെ ഓർമ്മ പറഞ്ഞു. നേരത്തെ ഒരു നൊമ്പരത്തോടു കൂടി അല്ലാതെ ആ പേര് പറയാൻ പോലും അല്ലെങ്കിൽ ആ ഓർമ്മകൾ പുതുക്കാൻ പോലും സാധിക്കില്ല. പിന്നെ അങ്ങോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പോഴും തോന്നും മരിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഒരു തോന്നല ഇപ്പോഴും ആള് ഇത് കഴിഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള ഒരു പുതുപ്പള്ളിയിലേക്ക് പോയിരുന്നു. പുതുപ്പള്ളിയിൽ പിന്നെ ചാണ്ടിമാൻ്റെ അവിടെ പോയി MLA ആയ ശേഷം. അന്നൊക്കെ കംപ്ലീറ്റ് ഇതിനൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ അത് പിന്നെ ഒതുങ്ങിക്കൂടും. എൻ്റെ ഇടയ്ക്ക് നമുക്ക് പിന്നെ റോളില്ലല്ലോ. മരിപ്പ് അടക്കത്തിനുമൊക്കെ പോയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നും ഞാൻ ആരോടും പറഞ്ഞില്ല. അവിടെ സാറിൻ്റെ പെങ്ങളെ വീട്ടിൽ നിന്നാൽ ഈ ബോഡി ഇങ്ങനെ പോകുന്നത്. അപ്പം ഞാൻ മേളിലോട്ട് കയറിയെന്ന് ദൂരെ നിന്ന് വരുന്ന സമയം മുതൽ കണ്ണെടുത്ത് മറയുന്നില്ല. എന്നെ കണ്ടില്ല. ഞാൻ ഇങ്ങനെ തൊഴുതുകൊണ്ട് നിന്ന് അറിയാതെ എനിക്കങ്ങനെ കണ്ണീര് പെട്ടെന്ന് വരാറില്ല. എൻ്റെ അമ്മ മരിച്ച പോലും കണ്ണീര് വന്നു. അപ്പോൾ എന്ത് ഞാൻ നോക്കണം ആരെങ്കിലും കണ്ടോ എന്നെ ഇങ്ങനെ ഈ തൊഴുതുകൊണ്ട് നിൽക്കുന്നത്. 38 വർഷം ഒരു മനുഷ്യൻ്റെ ഇനി സാരഥിയായിരുന്നു. അപ്പോൾ മനുഷ്യൻ അവസാനമായിട്ട് കൺമുന്നിലൂടെ ചേതനേറ്റ ശരീരമായിട്ട് ചലിക്കുക പോവുകയാണ്. അപ്പോൾ ഒരുപാട് അതിൻ്റെ മുമ്പിൽ വെച്ചാണ് രാഹുൽ ഗാന്ധിയൊക്കെ കയറുന്നത്. ഞാൻ നിൽക്കുന്നതിന് മുമ്പിൽ. അപ്പോഴും ഞാൻ കൈ താത്തിട്ട് ഇങ്ങോട്ട് കാര്യം വെളിച്ചം ഇങ്ങോട്ട് അടിച്ചു. വീണ്ടും ഒരു മറ ഇവിടെ വന്നപ്പോൾ വീണ്ടും ഞാൻ അങ്ങനെ തീരുന്നത് വരെ മാറി നിന്ന് കണ്ടു. മാറി നിന്നിങ്ങനെ തൊഴുതുകൊണ്ടേ നിന്നു. അതിങ്ങനെ പലപ്പോഴും ഇങ്ങനെ മനസ്സിൽ കാര്യം ദൈവമല്ലേ കാണപ്പെട്ട. അല്ല അത് താങ്കൾക്ക് മാത്രമല്ല. കാരണം അന്ന് തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്കുള്ള ആ വിലാപയാത്ര കേരളം ഇന്നേ വരെ ഒരു മനുഷ്യനും ഇങ്ങനെ ഒരു യാത്രയപ്പ് നൽകിയിട്ടില്ല. അന്ന് വന്ന് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വന്നതിൽ 99% അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരോ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരോ ആയിട്ടുള്ളവരല്ല. സാധാരണക്കാരായ ജനങ്ങൾ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കേരളം ഒരു മാപ്പ് പറച്ചിലൂടെയാണ് അത് നടത്തിയത്. ഈ മനുഷ്യനെ ഒരു വട്ടം കൂടെ നമുക്ക് ജയിപ്പിക്കാമായിരുന്നു എന്ന് അവിടെ വന്ന ആൾക്കാർ ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിക്കാത്ത. മഴ നനഞ്ഞുകൊണ്ടാണ് കൊട്ടാരക്കരയൊക്കെ ശരിക്കും മഴയത്ത് പെണ്ണുങ്ങളൊക്കെ നിൽക്കുന്നത്. എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു വിഷ്വൽ, ഒരപ്പൻ ഒരു മകനെയും പിടിച്ചുകൊണ്ട് ഓടുകയാണ്. ഓടിയിട്ട് ആ ബസ്സിന്റെ ഡോറിലിട്ട് തട്ടുന്നു. ഒരു മിനിറ്റ്, ഒരു നിമിഷം, ഒരു നോക്ക് കണ്ടോട്ടെ. ആലോചിച്ച് നോക്കുക. അത് ചാണ്ടി ബസ് ആരും നിർത്തുന്നില്ല. ചാണ്ടി ഉമ്മൻ വന്നിട്ട് നിർത്തുമെന്ന് പറഞ്ഞിട്ട് ഇയാൾ അകത്ത് കയറ്റി ഇയാൾ വാവിട്ട് കരയുക. അതൊക്കെ എന്താ പറയുക, ഭയങ്കര. അയ്യോ, ഞാൻ അന്ന് പിന്നെ ഈ ചേച്ചിയുടെ കൂടെ ആണ് യാത്രയായിരുന്നു അന്ന് വാഹനത്തിൽ ഇവിടെ നിന്ന് അങ്ങോട്ട്. അപ്പോൾ ചേച്ചി അന്ന് ആ ബസ്സിൽ താങ്കളുണ്ടായിരുന്നു? ബസ്സിലല്ല, ഈ നമ്മുടെ കാറിലുണ്ടായിരുന്നു. അപ്പോൾ പോയി കുറേ കഴിഞ്ഞാണ് ഇവിടെ നമ്മൾ തിരിച്ചത്. അപ്പോൾ അത് RK സാറ് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് കയറേണ്ടിട്ട് വരും, ചേച്ചിക്കിടെ ബസ്സിൽ കയറാം. അപ്പോൾ ചേച്ചിക്ക് അസുഖമൊക്കെ ഉള്ളതുകൊണ്ട് കണ്ടിന്യൂസ് യാത്ര പറ്റില്ല. അപ്പോൾ ഇടയ്ക്ക് മരുന്നൊക്കെ കഴിക്കണം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടുത്തെ ജയ എന്ന് പറഞ്ഞൊരു വെച്ച് ഞാനും മറ്റേ ഡ്രൈവറും ഞാൻ വെറുതെ ഇരിക്കുന്നു. അങ്ങനെ വണ്ടിക്കിടെ കയറി പോകുമ്പോൾ അപ്പോഴപ്പോഴായിട്ട് അവിടെ ഇങ്ങനെ ഇറങ്ങി എവിടെയെങ്കിലും സ്ലോ വരുമ്പോൾ അപ്പം നമുക്ക് കയറാൻ പറ്റില്ല, അത്ര തള്ളല്ലേ. അതെ, അന്ന് വാസവൻ സാറാണ് ഈ സർക്കാരിൻ്റെ ചാർജ് ഉള്ളത് ഇതിന് അനുഭവം. അപ്പം അദ്ദേഹത്തിൻ്റെ വണ്ടി മാറി തരില്ല, മുമ്പിൽ കയറുകയും വേണം. അപ്പോൾ അങ്ങനെയൊക്കെ ഇടയ്ക്ക് അങ്ങനെയാണ് അവിടെ എത്തുന്നത്. ഒടുവിൽ അദ്ദേഹം ഓർമ്മയായി. ഇപ്പോൾ 1 വർഷം പൂർത്തിയാവുന്നു. അതെ, അതും ഇപ്പോൾ 1 വർഷമൊന്ന് തന്നെ എൻ്റെ ആരാദ്യം പറഞ്ഞത്. കാരണം 1 വർഷമായി സാറിൻ്റെ. 1 വർഷമായോ ഞാൻ ചോദിച്ചു. പിന്നെ ഈ 1 വർഷത്തിനിടയിൽ പുതുപ്പള്ളിയിൽ പിന്നീട് പോയിരുന്നു. പിന്നീട് ഞാൻ പോയത് ഈ ചാണ്ടിമോൻ്റെ കൂടെ, മകൻ്റെ കൂടെ അവിടെ പോയി. തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഉണ്ട്. അന്ന് ഇത് കഴിഞ്ഞ് ഇങ്ങ് പോന്നു. തിരഞ്ഞെടുപ്പിനൊക്കെ ഞാൻ അവിടെയാണ്. എന്ന് വെച്ചാൽ വണ്ടി ഓടിക്കാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ 2 പ്രാവശ്യം ചോദിച്ചു എങ്ങനെ ഒരു 10-20 രൂപ കിട്ടും. അമ്മന് 20 രൂപ കിട്ടിയിട്ട് കാര്യമല്ലല്ലോ, ആരോഗ്യം വേണ്ടേ. പിന്നെ അന്ന് കന്യാകുമാരി ഒരു കാശ്മീർ വരെ പോകാമെന്ന് പറഞ്ഞതോ, അതിനെയും പോകാൻ തയ്യാറാണ്. ഒറ്റ ട്രിപ്പ്. ഉമ്മൻചാണ്ടിയോടായിരിക്കണം. അല്ലല്ല, അങ്ങനെയല്ല, മകനോടൊപ്പം പോകാന്ന് പറഞ്ഞു. അത് ഞാൻ പറയും. ഇനി അവസാനമായിട്ട് മോനായിട്ട് ഒറ്റ ട്രിപ്പേ ഉള്ളൂ എന്ന്, കന്യാകുമാരി ടു കാശ്മീർ. വെറുതെ അങ്ങ് പറഞ്ഞതാണ്. അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
പോകാൻ വേണ്ടി തീരുമാനിച്ചുറപ്പിച്ച്? ഞാൻ പലപ്പോഴും ലോങ് ഒക്കെ പോയിട്ടുണ്ട് സാറ്. ധനകാര്യമന്ത്രിയായിരിക്കുമ്പോൾ തന്നെ വേറെ എന്തെങ്കിലും അന്നൊന്നും ലീവ് കിട്ടൂല. വേറെ എന്തോ കള്ളം പറഞ്ഞാണ് ഒരു ജവഹർലാലൊരു പണിക്കേഴ്സ് ലൈനിലൊരു പാർട്ടിയുണ്ട്, ശാസ്താമംഗലം പണിക്കേഴ്സ് ലൈൻ ശാസ്താമംഗലം. ശാസ്താമംഗലം. അവിടുത്തെ ഒരു ലക്ഷ്മൺ സാർ എന്തോ ഉണ്ട്, ഒരു എഞ്ചിനീയർ, ഓട്ടിസ് ലിപ്റ്റിയമിനിയുടെ, അദ്ദേഹത്തിന് അവിടെ കൊണ്ടാക്കണം. അപ്പോൾ ആദ്യം ലക്നൗ എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങ് ഡൽഹി ഒക്കെ അങ്ങ് പോകേണ്ടി. പിന്നെ അവിടെ ഞാൻ വാരാണസിയിൽ നിന്ന് തന്നെ ട്രെയിൻ ടിക്കറ്റ്. അങ്ങനെ ഇത്രയും ദൂരമൊക്കെ ഓടിച്ച് പോയിട്ടുണ്ട്? പോയിട്ടുണ്ട്. അങ്ങനെ മകനെയും കൊണ്ട് പോകാനായിട്ടിരിക്കുകയായിരുന്നു. അവരൊക്കെ എന്നെ ഇറങ്ങി കൈ തന്നിട്ടുണ്ട്. കാര്യം മധ്യപ്രദേശിലെ ഇവിടെ കൂടെ കടന്നാണ് പോയത്, ഷാഗർ ഇങ്ങനെ സ്ഥലത്ത്. അപ്പോൾ ഇവിടെ ഈ കുതിരവണ്ടി അതുവഴി കുതിരയുടെ ഈ അച്ച് കയറാതെ ഒരു വണ്ടി ഇവിടാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി സാർ ഒരു ഓർമ്മയായി ഒരു വർഷം. ഇപ്പോൾ താങ്കൾ ട്രിവാൻഡ്രത്ത് തന്നെയുണ്ട്. ട്രിവാൻഡ്രത്തിൻ്റെ നിരത്തുകളിലൂടെ കേരള സ്റ്റേറ്റ് 1 നമ്പർ കാർ ഇന്നോവ ക്രിസ്റ്റ തലങ്ങും വിലങ്ങും ഇപ്പോഴും പോകുന്നുണ്ട്. ഈ വാഹനം റോഡിൽ കൂടെ പോകുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത്? കാരണം ഒരു കാലത്ത് അതിൻ്റെ അമരത്ത് അതിൻ്റെ സ്റ്റിയറിംഗ് പിടിച്ച ആൾ താങ്കളാണ്. അത് ഇപ്പം പറയാൻ പൊളിറ്റിക്സ് അല്ല ഞാൻ ചോദിക്കുന്നത്. താങ്കൾക്ക് ആ ഒരു വാഹനത്തോടുള്ള ഒരു അറ്റാച്ച്മെന്റ്, കേരള സ്റ്റേറ്റ് 1 നമ്പർ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഭിമാനമാണ്. തീർച്ചയായിട്ടും. ഞാൻ സെക്രട്ടേറിയറ്റിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ പോവും. അത് വെറുതെ ഇങ്ങനെ ഇറങ്ങി പോകുമ്പം ഞാൻ ഈ പെൻഷൻ വാങ്ങാനും ഒക്കെ പോവും. പെൻഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വാങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെ അവിടെ നിന്ന് ആലോചിക്കും. പക്ഷേ അന്നും ഇന്നും എന്നൊരു തോന്നിപ്പോവും. അതുപോലെ ദേവസ്വം ബോർഡിൻ്റെ അവിടെയൊക്കെ അന്ന് നമ്മളവിടെ നിന്നും അവിടെയും പശുവുണ്ട്. അപ്പോൾ പാലെന്ന് പറഞ്ഞാൽ പുറകിൽ വെച്ചിട്ടുണ്ട്, വരണ ഒരാളെന്നെടുത്തോണ്ട് അങ്ങ് പോവുകയാണ് ഇങ്ങനെ പൈസ അവിടെ വെച്ചിരിക്കും. അതേപോലെ പുറത്തൊക്കെ ഉള്ളവരും അങ്ങനെ അതിനകത്തൂടെയൊക്കെ തന്നെയാണ് വഴി. പക്ഷെ ഇപ്പം അങ്ങനെ അതുവഴി ആർക്കും വഴിയില്ല. അപ്പോൾ അതേപോലെ ആ ഏരിയ ആർക്കും ഇപ്പം തന്നെ എല്ലാം ചെക്ക് ചെയ്തൊക്കെയാണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ. അന്നങ്ങനെയല്ല, എല്ലാവർക്കും എല്ലായിടത്തോടെ അങ്ങ് പോവാം. ഇപ്പോൾ അതല്ല അവസ്ഥ. ഇപ്പോൾ അല്ല, ചിലർ തെറ്റി ക്ലിപ്പേഴ്സ് വീട്ടിനകത്തും കയറിയിട്ടുണ്ട്. ആ കാലമൊക്കെ പോയി. അതൊക്കെ ഇനി ഒരിക്കലും തിരിച്ചു വരുമെന്ന് കരുതാൻ പറ്റില്ല. ഈ 1 നമ്പർ വണ്ടി കാണുമ്പോൾ ഉള്ള താങ്കളുടെ ഒരു വികാരം? പക്ഷേ അതിൽ ഒരിക്കലെങ്കിലും തോന്നിയോ ഒരിക്കൽ കൂടെ അതൊന്ന് ആ വളയൊന്ന് പിടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ? അന്ന് തോന്നി. ഇനി അത് ചിന്തിക്കണ്ടല്ലോ. ആദ്യം അന്ന് ഇനി അഥവാ ഉണ്ടെങ്കിലും ഇനി അഥവാ അതിന് സാധിച്ചാലും ഉമ്മൻചാണ്ടി സാർ ഇല്ലാതെ ആ വണ്ടിയിൽ അതെ. അല്ല, അന്ന് ഉറപ്പാരും എൻ്റെ മനസ്സിലുണ്ട് അടുത്ത് വരും. അന്നുണ്ടായിരുന്നു. ഉറപ്പല്ലേ, രണ്ടാമത്തേൽ വരും, ആ ഒരു തോന്നലുണ്ട്. പിന്നെ അതൊക്കെ തീർന്നു. അതിനോടുള്ള കാണും, പ്രത്യേകം തോന്നാറില്ല. പിന്നെ അവിടുത്തെ ഇപ്പോഴത്തെ CM-ൻ്റെയും പല സ്റ്റാഫുകളാരും നമുക്ക് പരിചയമാണ്. ഉമ്മൻചാണ്ടി സാർ ഇന്നും മനസ്സിൽ ആ മുഖ്യമന്ത്രിയായി തന്നെ ആ ഇന്നോവ കാറിൽ സഞ്ചരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ മുഖം ഇന്നും മനസ്സിൽ. അത് കാണുമ്പം ചിലപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും, മനസ്സിലായി, താഴോട്ട് ഇറങ്ങുന്ന രംഗങ്ങളും. അതായത് നമ്മൾ ആരെയും ഈ ബുദ്ധിമുട്ടിക്കുന്ന സാറിന് ഇഷ്ടമല്ല. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മുമ്പ് ഏത് വണ്ടിയിലായാലും ഇതിലായാലും എങ്ങനെ ആയാലും ഇതിന് മുമ്പും അങ്ങനെയാണ്, ആരെങ്കിലും റോഡിൽ പോകുമ്പോൾ ഇടിച്ച് കയറുന്നത് സാറിന് ഇഷ്ടമല്ല. സ്ലോവിൽ നിർത്തി പതുക്കെ, ഇല്ല അത്യാവശ്യമുണ്ടെങ്കിൽ റെയിൽവേ ക്വാർട്ടേഴ്സിൽ അങ്ങനെ ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്ന് ഇടിച്ച് കയറാൻ സമ്മതിക്കില്ല. മുമ്പേ അങ്ങനെ തന്നെ. അത് കഴിഞ്ഞ് തിരിച്ച് അവിടെ കയറുമ്പോഴും അതേപോലെ, തിരിച്ച് വീട്ടിൽ കയറുമ്പോഴും സാർ ഇറങ്ങി കൈ കാണിക്കും. അല്ല, ഇറങ്ങിയല്ല, ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചുറ്റിയേ കയറാവൂ. എന്നാൽ അങ്ങനെ ചുറ്റാതെയും കയറാം. അപ്പോൾ ചില പയ്യന്മാർ വന്ന് അങ്ങനെ പലപ്പോഴും വണ്ടിയിലെ പള്ളക്കിട്ട് അത് സാറിരിക്കണമില്ല. അപ്പോഴേ ഞാൻ അപ്പോൾ സാറ് പറയുകയും ചെയ്യും, ഗോപി ഈ ടെക്നിക്ക് വന്ന് വിൽസൺ എന്നൊക്കെ പറഞ്ഞ ഡ്രൈവറൊക്കെ പിന്നെ വന്നു, രാധാകൃഷ്ണൻ, അവരോട് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഞാനെന്ന് വെച്ചാൽ പുറകെ പറഞ്ഞ ഇങ്ങനെ ഗ്ലാസ് നോക്കിയിട്ട് ഇങ്ങനെ വീശിയെടുക്കില്ല. ഇങ്ങനെ വീശമാണ് ഇടിയിരുന്നത് അവിടെ. ഞാൻ നേരെ കണക്കിന് സ്ലോ ചെയ്ത് നിർത്തും. അപ്പോൾ ഇവർക്ക് ഇടയ്ക്കിടെ കയറാനും പറ്റൂല, നമുക്ക് സ്ഥലവും കിട്ടും, പതുക്കാൻ കയറും. കണ്ണിലെ കൃഷ്ണമണി പോലെ കേരളത്തിൻ്റെ കുഞ്ഞുഞ്ഞിനെ കാത്ത് പരിപാലിച്ച് കൊണ്ടു നടന്ന കഥകളാണ് താങ്കൾ പറഞ്ഞത്. ഇത് പറഞ്ഞാലും തീരത്തില്ല. ഇനി ഒരു 5 ദിവസം വേണമെങ്കിലും നമുക്ക് ഇതേ ഇരിപ്പിൽ ഇരുന്നിട്ട് കുഞ്ഞു കുഞ്ഞു കഥകൾ എന്ന് പറഞ്ഞിട്ട് ഇനിയും പറയാനുണ്ടാവും. പക്ഷേ ഇതെല്ലാം ഓർത്തേ പറ്റൂ, കേരളം അറിഞ്ഞേ പറ്റൂ. കാരണം ഇങ്ങനെയും ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു. അതൊരു ചരിത്ര സത്യമാണ്. കാണാതിരുന്നിട്ടോ അവഗണിച്ചിട്ടോ ഏതെങ്കിലും ഒരു വേദിയിൽ അദ്ദേഹത്തിന്റെ പേര് പറയാതിരുന്നത് കൊണ്ടോ കേരളത്തിന്റെ മനസ്സിൽ നിന്ന് ഉമ്മൻചാണ്ടി മായില്ല. അത് ഉറപ്പാണ്. മലയാളികൾ ഇന്നും ഓർക്കും, എന്നും ഓർക്കും ഒരേ ഒരു കുഞ്ഞു. ആ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. നമുക്ക് ഒരിക്കലും അത് ഓർമ്മയിൽ നിന്ന് പോവില്ല.